തിളങ്ങുന്ന ബാൻഡേഡ്, സ്മൈലി ഫേസുള്ള പുല്ലുകൾ, പേപ്പറിനുള്ളിലെ നാരുകൾ. നിങ്ങൾക്ക് ഈ മൈക്രോസ്കോപ്പിക് കാഴ്ചകൾ കാണാതിരിക്കാനാകില്ല. ഹായ് ഫ്രണ്ട്സ്, ദേ ഈ കാണുന്ന സംഭവം ആരും ഒന്നുകൂടി നോക്കിപ്പോകില്ലേ? എന്നാൽ ഇതെന്താണെന്ന് പറയുമോ? ദേ ഈ കാണുന്ന ഫോൺ വാൾപേപ്പർ എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും ആകില്ല. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗസ് അടിക്കാൻ കേട്ടോ. നമ്മൾ ദൈനംദിനം കാണുന്ന വിവിധ വസ്തുക്കളെ ഇന്ന് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കാണാൻ പോകുകയാണ്. അത് എന്തൊക്കെയാണെന്നറിയാൻ വീഡിയോ മുഴുവനായി കാണാൻ മറക്കണ്ട. മുഖക്കുരു മുതൽ തേനും പുല്ലും തൈരും ബാൻഡേഡും ചോക്കും വരെയുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷനിൽ. പരസ്യങ്ങളിൽ മാത്രം സൂക്ഷ്മാണുക്കളെ കണ്ട് ശീലിച്ച നമുക്ക് റിയൽ ബാക്ടീരിയകൾ എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി കാണണ്ടേ? സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 10. പൂക്കളോ അതോ ചിത്രശലഭങ്ങളോ? ദേ ഈ കാണുന്നത് എന്താണ്? ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഒരു ചിത്രശലഭത്തിന്റെ ചിറകുകളെ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാകും. ഇതിന്റെ ചിറകിലുള്ളത് മൈക്രോസ്കോപ്പിക് സ്കെയിലുകളാണ്. ഈ ഭാഗമാണ് പൂമ്പാറ്റയുടെ ചിറകുകൾക്ക് വ്യത്യസ്ത നിറങ്ങളും പാറ്റേണും നൽകുന്നത്. ഇതിലുണ്ടാകുന്ന ഷെയ്ഡുകൾക്കനുസരിച്ച് അവയ്ക്ക് വ്യത്യസ്ത നിറം ലഭിക്കുന്നു. ഇനി മറ്റൊരു രസകരമായ വസ്തുത കൂടി പറയാം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ തന്നെ ചിത്രശലഭത്തിന്റെ ചിറകുകൾ വളരെ സുതാര്യമാണ്. മാത്രമല്ല അവയ്ക്ക് വളരെ കനം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ചിത്രശലഭത്തിന് തങ്ങളുടെ ശരീര താപനില നിയന്ത്രിക്കാൻ കഴിയാറില്ല. ഇക്കാരണത്താൽ തന്നെ വളരെ തണുപ്പ് കൂടിയ സമയങ്ങളിൽ ഇവയ്ക്ക് പുറത്ത് കഴിയുവാനും സാധിക്കില്ല. തണുപ്പുള്ളപ്പോൾ ഇവയുടെ പറക്കാൻ സഹായിക്കുന്ന ഈ മസിലുകൾ പ്രവർത്തനരഹിതമായിരിക്കുമത്രേ. സത്യത്തിൽ ഇങ്ങനെ കാണുമ്പോൾ പൂക്കളെക്കാൾ മനോഹരമാണ് ശലഭങ്ങളെന്ന് തോന്നുന്നില്ലേ? നമ്പർ 9. നാടൻ തൈരും ഗ്രീക്ക് യോഗർട്ടും. നല്ല നാടൻ തൈരുണ്ടാക്കാൻ അറിയാത്തവരുണ്ടാകില്ലല്ലോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് പുളിപ്പിക്കാൻ ഒന്നെങ്കിൽ തൈര് തന്നെയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ആവും നമ്മൾ ഉപയോഗിക്കുക. ഇതിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണുള്ളതെന്നറിയാമോ? എന്നാൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങാറുള്ള യോഗട്ടിൽ ലാക്ടോബാസിലസ് ബൾഗാരിസ് ബാക്ടീരിയയ്ക്ക് പുറമെ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലിസ് ബാക്ടീരിയയുടെയും സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അടുത്തത് ഇത് തന്നെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടു നോക്കാം. ഈ പറഞ്ഞ ബാക്ടീരിയകളൊക്കെ ഇതിലുണ്ടോ എന്ന് ഉറപ്പിക്കാമല്ലോ. ഇവിടെ ഒരു ഭാഗം കാണുന്നത് കടയിൽ നിന്നും വാങ്ങുന്ന യോഗട്ടാണ്. മറ്റൊരു ഭാഗമാകട്ടെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കാണാൻ സാധിക്കുന്നത്. കടയിൽ നിന്നും വാങ്ങുന്ന യോഗട്ടിൽ കാണുന്ന ഈ ഹുക്കിന്റെയും വടിയുടെയും രൂപത്തിലുള്ളതെല്ലാം സൂക്ഷ്മാണുക്കളായ ബാക്ടീരിയകളാണ്. അതേസമയം നമ്മുടെ നാടൻ തൈരിലാണെങ്കിൽ മറ്റേതിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ബാക്ടീരിയകളെ കാണാം. അല്ലെങ്കിലും പാലിനെ ഫ്രഷായിട്ട് കഷ്ടപ്പെട്ട് പുളിപ്പിച്ചെടുത്ത സ്ഥിതിക്ക് ഈ പാവങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. ഈ ബാക്ടീരിയകൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യാറുണ്ട്. തൈരിലുള്ളതുപോലെയുള്ള നല്ല ബാക്ടീരിയകൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ വളരെ സഹായകരമാണത്രേ. ഇന്നത്തെ കാലത്ത് പ്രോട്ടീൻ കൂടുതൽ കിട്ടണമെന്ന ഉദ്ദേശത്തോടെ ഉള്ളിൽ കഴിക്കുക മാത്രമല്ല തലമുടിയിലും ത്വക്കിലുമെല്ലാം ആളുകൾ തൈര് ഉപയോഗിക്കാറുമുണ്ടല്ലോ. അങ്ങനെ തൈര് കൊണ്ടുള്ള എല്ലാ പ്രയോജനങ്ങളും സത്യത്തിൽ ഈ ബാക്ടീരിയകളുടെ കൂടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ ഓർക്കണം. കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ നല്ല കിടിലൻ സാധനം വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. നമ്പർ 8. പുല്ലുകൾ അത്ര നിസ്സാരക്കാരല്ല. നമ്മുടെ ചുറ്റും കാണാറുള്ള പുല്ലുകൾ പൊതുവെ നിരുപദ്രവകാരികളാണെന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു ധാരണ. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കും പുല്ലിന്റെ അഗ്രങ്ങൾ കൊണ്ട് കയ്യോ കാലോ മുറിയുന്ന അനുഭവം ഉണ്ടായിട്ടില്ലേ? ഇതെന്തുകൊണ്ടാണെന്നറിയാൻ നമുക്കിനി പുല്ലിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ഒന്ന് കണ്ടാലോ? ദേ ഒരു പുൽച്ചെടിയുടെ ഒരിലയെടുത്ത് മൈക്രോസ്കോപ്പിനിടയിലേക്ക് വെച്ച് നോക്കാം. ദേ ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചൊന്നും തന്നെ കാണുന്നില്ല. കുറച്ചുകൂടി സൂം ചെയ്താൽ പുല്ലിന്റെ ഉള്ളിലെ ഗ്ലാസി സ്ട്രക്ചർ കാണാം. എന്നാൽ നമുക്കിതിന്റെ അഗ്രഭാഗം ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ? ഈ കാണുന്ന ചെറിയ ബ്ലേഡുകളാണ് നമ്മൾ പുല്ലുകൾ പിടിച്ചു വലിക്കുമ്പോൾ ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നത്. ഇത് ചിലപ്പോഴെങ്കിലും വളരെ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയെന്നും വരാം. മറ്റൊരു രസകരമായ സംഗതി കൂടി കാണാം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെങ്കിലും അവയ്ക്ക് മൃഗങ്ങളെപ്പോലെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും അനുഭവപ്പെടാറില്ല എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ കണ്ട പുല്ലുകളുടെ ബ്ലേഡുകൾ ഒരു ക്രോസ് സെക്ഷൻ ചെയ്ത് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ സ്മൈലി ഫേസ് കാണാമത്രേ. ഇതിലെ ഉണ്ടക്കണ്ണുകളും വായുടെ ഭാഗവുമെല്ലാം സസ്യകലകളിലെ വിവിധ സൈലം ഫ്ലോയം കുഴലുകളാണ്. ഒറ്റ നോട്ടത്തിൽ സ്മൈലി ഫേസ് തന്നെയാണ്. ഇപ്പോഴും സ്കൂൾ വിട്ടു വരുമ്പോൾ വഴിവക്കത്തെ പുല്ലുകൾ വെട്ടിനിരത്തുന്നവരുണ്ടോ? നമ്മൾ എത്ര യുദ്ധം കണ്ടിരിക്കുന്നു അല്ലേ? നിങ്ങൾ ആ നൊസ്റ്റു കാലം ഓർത്തിരിക്കുന്നതിനിടയിൽ ഇവിടെ ഒരു ലൈക്ക് കൂടി ഇടാൻ മറക്കല്ലേ. നമ്പർ 7. തേനുണ്ടാക്കുന്ന കടന്തലുകളും. ഇനി ഇതൊന്ന് കാണൂ. ഇതിനി ഗ്യാസുലിൻ പോലെ എന്തെങ്കിലും താഴെ വീണ് തൂവിക്കിടക്കുന്നതാണോ? ഇനി അതല്ല, ഈ കാണുന്നത് തേനിന്റെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴുള്ള രൂപമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതെ, നിങ്ങളൊരു ലെജൻഡാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വായു കടക്കാതെ അടച്ചു സൂക്ഷിച്ചാൽ തേൻ വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഈജിപ്തിലെ പിരമിഡുകൾക്കുള്ളിൽ നിന്നും 3000 വർഷം പഴക്കമുള്ള തേൻ വരെ കണ്ടെത്തിയിട്ടുണ്ടത്രേ.
മാത്രമല്ല, നമ്മൾ കരുതുന്നത് പോലെ തേനീച്ചകൾ മാത്രമല്ല തേനുണ്ടാക്കുന്നത്. ഒരുതരം മെക്സിക്കൻ കടന്തലുകളും തേൻ ഉണ്ടാക്കാറുണ്ടത്രേ. എന്നാൽ ഇവ തേൻ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്ന പൂക്കളുടെ പ്രത്യേകതകൾ കാരണം ഇവയുണ്ടാക്കുന്ന തേനിൽ ചിലപ്പോൾ വിഷാംശം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നമ്പർ 6, എണ്ണയിൽ വറുത്ത പലഹാരം പോലെ. ചോക്ക് കണ്ടിട്ടില്ലാത്തവരുണ്ടാകില്ല. അതൊന്ന് കയ്യിൽ കിട്ടിയാൽ ഒരു വരയെങ്കിലും വരച്ചു നോക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ഇങ്ങനെ ചോക്കിനെ കണ്ടിട്ടുണ്ടോ? കണ്ടാൽ ഏതോ പലഹാരമാണല്ലോ എന്നും തോന്നിയേക്കാം. ചോക്ക് എന്നാൽ കാൽഷ്യം കാർബണേറ്റ് ആണല്ലോ. എന്നാൽ ചോക്കിനെ സൂം ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുകയത്രേ. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തു തോന്നുന്നു? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 5, ഇനി ഇത് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഓർക്കും. ഇതെങ്ങനെയുണ്ട്? ഒറ്റ നോട്ടത്തിൽ പ്രാചീന സാമ്രാജ്യങ്ങളുടെ ഭൂപടം പോലെയില്ലേ? കുറെ കായലുകൾ, പിന്നെ പരന്നു കിടക്കുന്ന കര, അങ്ങനെയൊക്കെ തോന്നാം. നിങ്ങളിൽ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു മുഖക്കുരു പോലും വന്നിട്ടില്ലാത്തവരുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ സ്വസ്ഥത തന്നെ കെടുത്തുന്ന ആ മുഖക്കുരു എന്ന വില്ലന്റെ യഥാർത്ഥ രൂപമാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതെ, ഇതൊരു മുഖക്കുരുവിന്റെ കുറച്ച് ഭാഗമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ കാണുന്നതാണ്. മുഖക്കുരു ഇത്രയും സൂപ്പറാണെങ്കിൽ ആ മുഖം എത്ര സൂപ്പറാവും? ഇതിലിനി ലൈറ്റ് ഇത്തിരി മാറിയാൽ ഫുൾ വേറെ ലെവലായി. ഇത് നമ്മൾ സ്പേസിൽ നിന്നും ഗാലക്സി കാണുന്നത് പോലെയില്ലേ? മുഖക്കുരുവിനെ പറ്റിയൊക്കെ ഇത്രയധികം തള്ളിക്കയറ്റാനുണ്ടോ എന്ന് തോന്നുന്നവർ ഈ ഫോൺ സ്ക്രീൻ ഒന്ന് നോക്കൂ. നമ്മുടെ സാക്ഷാൽ മുഖക്കുരുവിനെ പടമാക്കിയതാണ് ഈ കാണുന്നത്. നമ്പർ 4, പെൻസിൽ വരെ എങ്ങനെയായിരുന്നോ? ഈ ഐറ്റം മനസ്സിലായോ? ഇത് നമ്മുടെ ഒരു ലെഡ് പെൻസിലിന്റെ അഗ്രമാണ്. ഈ ലെഡിന് പുറമെ തടി കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. നമുക്കിനി ഈ പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിൽ വരച്ചു നോക്കി അത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാം. കണ്ടോ, നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ആ പേപ്പറിന് മുകളിൽ ലെഡ് നിറം മാറി പോകുകയാണ്. സൂം ചെയ്യുമ്പോൾ അതിൽ ഗ്യാപ്പുകൾ കാണാമെങ്കിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവ വരകളായിട്ടല്ലേ നമ്മൾ കാണുന്നത്. പേപ്പറിന്റെ പ്രതലത്തിലെ ചെറിയ നാരുകളാണ് ഈ ലെഡ് മാർക്കിംഗ് നടത്തുന്നത്. നമ്മൾ റബ്ബർ ഉപയോഗിച്ച് മായ്ക്കുമ്പോൾ ഈ നാരുകളിൽ നിന്നും റബ്ബർ ലെഡിനെ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോഴുള്ള രൂപം കൂടിയൊന്ന് കണ്ടു നോക്കൂ. നമ്പർ 3, ബാൻഡേഡുകൾ തിളങ്ങുന്നതെന്തുകൊണ്ട്? ബാൻഡേഡുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് തിളങ്ങുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇരുട്ടുള്ള ഇടങ്ങളിൽ വെച്ച് ഒരു ബാൻഡേഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മൾ ബാൻഡേഡുകൾ ഉപയോഗിക്കാനായി അടർത്തിയെടുക്കുമ്പോൾ അതിലെ ഇലക്ട്രോണുകൾ ചാർജ് ചെയ്യപ്പെടും. ഈ ഇലക്ട്രോണുകൾ ഫോട്ടോൺ പുറപ്പെടുവിക്കുകയും നമുക്ക് അത് തിളക്കമായി അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാൻഡേഡുകൾ കൂടിയൊന്ന് മൈക്രോസ്കോപ്പിലൂടെ കണ്ടാലോ? ആദ്യം ബാൻഡേഡ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. വീടുകളിൽ ഉപയോഗിക്കുന്ന ചവിട്ടിയും മറ്റും നെയ്തെടുക്കുന്നത് പോലെ തന്നെ ഉണ്ടല്ലേ ഇത്? പിന്നെ അവയ്ക്ക് നടുവിലായി മുറിവുകളോട് ചേർന്ന് വരുന്ന പഞ്ഞിയുള്ള ഭാഗം കൂടി ഒന്ന് നോക്കൂ. ഇതിനിടയിലൂടെ ഗ്ലൂയി പാർട്ട് കണ്ടില്ലേ? ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇതാണ് മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന നൈലോൺ നൂലുകൾ. കൃത്യമായി പറഞ്ഞാൽ നൈലോൺ നൂലുകളിലുള്ള കെട്ടുകൾ സൂം ചെയ്ത് കാണുന്നതാണിത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ നാരുകളാണല്ലോ നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ 2 നഗരങ്ങളുടെ പേരിൽ നിന്നുമാണ് നൈലോൺ എന്ന പേര് ഈ വസ്തുവിന് ലഭിച്ചത്. തുടക്കത്തിൽ പാരഷ്യൂട്ടും ബ്രഷുകളുടെ ബ്രിസിലും നിർമ്മിക്കാനാണ് ഈ നൈലോൺ ഉപയോഗിച്ചിരുന്നത്. നമ്പർ 2, നല്ലവരായ സൂക്ഷ്മാണുക്കൾ. നമുക്ക് ചുറ്റും ധാരാളം സൂക്ഷ്മാണുക്കളുണ്ടല്ലോ. അവയിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ചിലതുമില്ലേ? ഈസ്റ്റ് അങ്ങനെ ഒന്നാണ്. നമ്മുടെയൊക്കെ അടുക്കളയിലെ സ്ഥിരം സാന്നിധ്യമായ ഈസ്റ്റിനെയും വിനാഗിരിയെയും കൂടി നമുക്കൊന്ന് മൈക്രോസ്കോപ്പിലൂടെ കണ്ടാലോ? ഏകകോശ ജീവിയായ ഈസ്റ്റിനെ ഒരു വിൻഡോയിലും മറുഭാഗത്ത് നമ്മുടെ വിനാഗിരിയും കാണാമല്ലോ. ഈസ്റ്റിനെ കണ്ടാൽ മുത്തുകൾ കോർത്തിരിക്കുന്നത് പോലെയുണ്ടല്ലേ? ഈ പ്രത്യുൽപാദനം നടത്തുന്നത് മാതൃകോശത്തിൽ നിന്നും ബഡ്ഡിങ്ങിലൂടെയാണ്. വെറും അടുക്കളയിൽ മാത്രമല്ല, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനും ബയോളജിക്കൽ കാർ ഫ്യൂവൽ ഉണ്ടാക്കുന്നതിനും വരെ ഈസ്റ്റ് പ്രയോജനപ്പെടുത്താനുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ടത്രേ. ഇനിതേ ഈ കടയിൽ നിന്നും വാങ്ങിയ വിനാഗിരിയിലാണെങ്കിലും സ്വാഭാവികമായും തന്നെ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകാനിടയുണ്ട്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ വിനാഗിരിയിൽ ധാരാളം ബാക്ടീരിയകളെ കാണാൻ സാധിക്കുന്നില്ലേ? വിനാഗിരിയുടെ ഉൽപ്പാദനം ആരംഭിക്കുന്നത് തന്നെ ഈസ്റ്റ് പോലുള്ള സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ചിട്ട് ഫ്രൂട്ട് ജ്യൂസിലെ പഞ്ചസാരയെ പുളിപ്പിച്ച് ആൽക്കഹോളാക്കി മാറ്റുന്നതിലൂടെയാണ്. ഇതിനുശേഷം അസറ്റിക് ബാക്ടീരിയകൾ അതിനെ ഓക്സിഡൈസ് ചെയ്ത് അസറ്റിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വിനാഗിരിയുടെ സ്മെല്ലിന്റെയും രുചിയുടെയും കാരണം ഈ അസറ്റിക് ആസിഡാണ്. ഈസ്റ്റിന്റെയും വിനാഗിരിയുടെയും മൈക്രോസ്കോപ്പിക് വ്യൂ എത്ര ഡിഫറന്റ് ആണല്ലേ? നമ്പർ 1, ഗ്ലൂവും മൈക്രോസ്കോപ്പിലാക്കാം. ഇനി ഏറ്റവും ഒടുവിലായി നമ്മൾ കാണാൻ പോകുന്നത് കളറുള്ള ഒരു ഗ്ലൂ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നതാണ്. ഇത് കളേർഡ് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണാറുള്ള ലിക്വിഡ് അവസ്ഥയല്ല ഇതിനുള്ളത്. നന്നായി സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ റെഡ് കണികകൾ തങ്ങി നിൽക്കുന്നത് കാണാം. സുതാര്യമായ ജലാറ്റിൻ ലിക്വിഡിൽ റെഡ് കണികകൾ നീന്തി തുടിക്കുന്നത് പോലെ ഉണ്ടല്ലേ?
ഇന്നത്തെ ഈ മൈക്രോസ്കോപ്പിക് കാഴ്ചകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ കൂടി കാണുക. ക്യാച്ച് യു സൂൺ.